അയർലൻഡിലെ കോർക്കിനടുത്തുള്ള ഒരു മധ്യകാല കോട്ടയാണ് ബ്ലാർണി കാസ്റ്റിൽ. 1500 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ട അയർലൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. മരിക്കുന്നതിന് മുൻപ് സഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നായി ഡിസ്കവറി ചാനൽ 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ടയെ വിലയിരുത്തുന്നു. ഈ കോട്ടയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബ്ലാർണി സ്റ്റോണിൽ ചുംബിച്ചാൽ വശ്യതയോടെ സംസാരിച്ച് ആളുകളെ കീഴടക്കാനുള്ള വാക്ചാതുരി ലഭിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ ഈ മാന്ത്രികക്കല്ല് ചുംബിക്കുന്നത് അത്ര എളുപ്പമല്ല. കോട്ടയിൽ കുത്തനെയുള്ള 127 പടികൾ കയറി വേണം കല്ല് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്ത് എത്താൻ. മുകളിൽ ഏറ്റവും അറ്റത്താണ് ഈ കല്ലുള്ളത്. അസാധാരണമായ മെയ്വഴക്കം ഉള്ളയാളുകൾക്ക് മാത്രമേ ഇവിടെ നിന്ന് ഈ കല്ലിൽ ചുംബിക്കാൻ കഴിയുകയുള്ളൂ. മലർന്നു കിടന്ന് തല താഴേക്ക് തൂക്കിയിട്ട് വേണം കല്ലിൽ ചുംബിക്കേണ്ടത്. തല താഴേക്ക് ആക്കുമ്പോൾ കാണുന്നത് 100 അടി താഴ്ചയുള്ള കാഴ്ചകളായിരിക്കും. വീഴാതിരിക്കാൻ ഒരു ഇരുമ്പ് റെയിലിങ്ങിൽ പിടിക്കാം. ഒപ്പം ഒരു ജീവനക്കാരനും ഇങ്ങനെ കിടക്കുന്നയാളെ മുറുകെ പിടിക്കും. 1 നൂറ്റാണ്ട് മുൻപ് വരെ സഞ്ചാരികളെ തലകീഴാക്കി താഴ്ത്തി പിടിച്ചായിരുന്നു കല്ല് ചുംബിക്കാനുള്ള അവസരമൊരുക്കിയിരുന്നത്. ഇങ്ങനെ ചുംബിക്കുന്നതിനിടെ ഒരാൾ താഴേക്ക് വീണ് മരിച്ചതോടെയാണ് ഈ രീതി അവസാനിപ്പിച്ചത്. ബ്ലാർണി സ്റ്റോൺ അഥവാ ബ്ലാർണി കല്ല് എങ്ങനെയാണ് ഉണ്ടായതെന്ന കാര്യം നിഗൂഢമാണ്. നിരവധി കഥകളും ഐതിഹ്യങ്ങളുമാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളത്. എന്തായാലും ഐറിഷ് ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് ബ്ലാർണി കോട്ടയ്ക്കും ബ്ലാർണി സ്റ്റോണിനുമുള്ളത്. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ മാന്ത്രികക്കല്ല് ചുംബിക്കാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നത്. ഈ കല്ലിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യവും കൂടി പറഞ്ഞുകൊള്ളട്ടെ. മലയാളത്തിലെ പ്രശസ്ത താരം ഹണി റോസ് കഴിഞ്ഞ വർഷം വേനലവധി സമയത്ത് ഈ കോട്ടയിൽ വരികയും ഇവിടെ വന്ന് ഈ കല്ലിൽ ചുംബിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ വീഡിയോകൾ താരം അന്ന് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.